നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയ്ക്ക് വെറുതെ ടെലിവിഷൻ ഒന്ന് വെച്ച് നോക്കിയതാണ്. അന്നേരം മീഡിയ വണ്ണിൽ ബ്രേക്കിംഗ് ന്യൂസ് പോകും. അതായത് തിരുവനന്തപുരം മാർ കോളേജിന്റെ ഗ്രൗണ്ടിൽ RSS ക്യാമ്പ് നടക്കുന്നു. രഹസ്യ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് എക്സ്ക്ലൂസീവ്, മീഡിയ വൺ എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞ് ഒരു പെൺകുട്ടി വാർത്ത വായിക്കുന്നു. ഉടൻ തന്നെ അവർ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടറെ ബന്ധപ്പെടുന്നു. അങ്ങനെ പല ആളുകളെ ബന്ധപ്പെടുന്നു, ചർച്ചകൾ നടത്തുന്നു. വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് മീഡിയ വൺ കൊടുക്കുന്നു. വൈകുന്നേരമായതോടുകൂടി കൈരളിയിൽ ഇതേ രീതിയിൽ RSS ക്യാമ്പ് തിരുവനന്തപുരത്ത് നടന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ RSSന്റെ ക്യാമ്പുകൾ അഥവാ ശിക്ഷാ വർഗുകൾ, RSSന് രണ്ട് തരത്തിലുള്ള ക്യാമ്പുകളാണ് ഉള്ളത്. അറിയാവുന്നവർക്കറിയാം. ITC ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് ക്യാമ്പും OTC ഓർഗനൈസേഴ്സ് ട്രെയിനിങ് ക്യാമ്പും. ശിക്ഷാവർഗ്, പ്രാഥമിക ശിക്ഷാവർഗ് അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. RSS അനുഭാവികളും അല്ലെങ്കിൽ BJP അനുഭാവികളൊന്നും എല്ലാവരും RSS പ്രവർത്തകരാകണമെന്നില്ലല്ലോ. ഒരു പ്രവർത്തകനായെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഈ ഒരു ശിക്ഷാവർഗ് എന്താണെന്നും അതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും മനസ്സിലാകൂ. ശാഖയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും മനസ്സിലാകൂ. ശാഖയിലേക്ക് ഒളിഞ്ഞു നോക്കിയ കഥയൊക്കെ നമുക്ക് പണ്ടറിയാം. ഒരു CPM നേതാവ് ശാഖയിലേക്ക് ഒളിഞ്ഞു നോക്കി RSS പ്രവർത്തകനായി മാറിയ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ല, ഇവിടെ RSS ഒരു മറയുമില്ലാതെ ഒരു മൈതാനത്ത്, ഒരു വിദ്യാലയത്തിന്റെ മൈതാനത്ത്, ആ വിദ്യാലയ അധികൃതരുടെ അനുമതിയോടുകൂടി, ലോക്കൽ പോലീസിന്റെ പ്രത്യേകമായ അനുമതിയോടുകൂടി ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട OTC 3ാം ക്യാമ്പ് നടക്കുന്നത് RSS ആസ്ഥാനമായ നാഗ്പൂരാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലാണ് നടക്കാറുള്ളത്. ജില്ലാ അടിസ്ഥാനത്തിൽ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ITC 1ഉം 2ഉം ഒക്കെ തന്നെ. അപ്പം ഇത് ഒളിവില്ലാതെ മറയില്ലാതെ RSSന്റെ ശാഖകളൊക്കെ നടക്കുന്നത് പൊതു ഇടങ്ങളിലാണ്. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമാണ് നടക്കുന്നത്. സ്വയം സേവകരുടെ, RSS പ്രവർത്തകരുടെ വീടുകളിലും ഒക്കെ തന്നെ ശാഖകളും അതുപോലെയുള്ള ബൈഠക്കുകളും യോഗങ്ങളും ഒക്കെ തന്നെ നടക്കാറുണ്ട്. ഇതിനൊന്നും ഒരു ഒളിയും മറയുമില്ല. ഇതൊന്നും ഒളിച്ച് ചെയ്യുന്നതല്ല. ആർക്കും ഈ ക്യാമ്പിലേക്ക് കടന്നു വരാം, ഈ ക്യാമ്പ് കാണാം. പ്രവർത്തകർക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കാം. അനുഭാവികൾക്ക് ക്യാമ്പിലെ പ്രവർത്തകരുമായി സൗഹൃദം പങ്കുവയ്ക്കാം, കാര്യങ്ങൾ സംസാരിക്കാം, എല്ലാം ചെയ്യാം. ഭക്ഷണം കൊണ്ടുവരുന്നത്, ഈ ക്യാമ്പിലേക്കുള്ള ഭക്ഷണം കൊണ്ടുവരുന്നത് സ്വയം സേവകരുടെ വീടുകളിൽ നിന്നാണ്. അപ്പം അത്തരത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ഒരു ഒളിയും മറയുമില്ലാതെ, ഒരു രഹസ്യ സ്വഭാവവുമില്ലാതെ, ഒരു പ്രത്യേക അജണ്ടയുമില്ലാതെ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ രാഷ്ട്ര പുരോഗതി, രാഷ്ട്രസ്നേഹം, ദേശീയത എന്നീ ആശയങ്ങൾ മുറുക്ക പിടിച്ചുകൊണ്ട്, സനാതന മൂല്യങ്ങൾ, ധർമ്മങ്ങൾ ഇതൊക്കെ തന്നെ മുറുക്ക പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ എന്തോ വലിയ മഹാ അപരാധം ചെയ്തു, എന്തോ വലിയ ബോംബ് പരിശീലനം നടന്നു, ആയുധ പരിശീലനം നടന്നു, രാജ്യത്തെ തകർക്കാനുള്ള പരിശീലനം RSS നടത്തി എന്ന തരത്തിലാണ് മീഡിയ വണ്ണും കൈരളിയും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തത്. നിങ്ങളെ ഓർത്ത് സഹതപിക്കല്ലാതെ ഒരു മാർഗവുമില്ല. ഈ മാധ്യമങ്ങളെ ഓർത്ത് സഹതപിക്കല്ലാതെ ഒരു മാർഗവുമില്ല. CPM RSSനെ കുറിച്ച് പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവരുടെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലടക്കം അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ RSSനെ കുറിച്ച് പഠിക്കുന്നു എന്ന് പറയാതെ ഒന്ന് പഠിച്ചു നോക്കൂ. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും RSSനെ കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കൂ. നിങ്ങളുടെ ഉസ്താദുമാരൊക്കെ RSSനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ. അവരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് വേണ്ടേ ഇത്തരം വാർത്തകൾ ബ്രേക്കിംഗ് ആയി നൽകാൻ. അതായത് എന്തോ മഹാപരാധം നടക്കുന്നു. RSSന്റെ മീറ്റിങ്ങുകളും കാര്യങ്ങളും യോഗങ്ങളും ബൈഠക്കുകളും ഒക്കെ തന്നെ സുതാര്യമായി എല്ലാവരും കേൾക്കെ തന്നെയാണ് നടക്കുന്നത്. തത്വമേ അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ ഈ ക്യാമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും ഒരു തെറ്റല്ല. ഒരു യോഗം നടക്കുന്നത്, ഒരു ബൈഠക്ക് നടക്കുന്നത്, ഒരു സമ്മേളനം നടക്കുന്നത്, ഒരു ക്യാമ്പ് നടത്തുന്നത് അതൊന്നും തെറ്റല്ല. കാരണം ആശയപരമായി ദേശീയത മുറുക്ക പിടിച്ചുകൊണ്ട്, രാഷ്ട്ര സേവനവും രാഷ്ട്ര പുരോഗതിയും മുറുക്ക പിടിച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ പരസ്പരം പ്രവർത്തകർ തമ്മിൽ പങ്കുവയ്ക്കാനും നേതാക്കൾ തമ്മിൽ സംവദിക്കാനും ഒക്കെയുള്ള വേദികളാണ് ഈ ക്യാമ്പുകൾ, ശിക്ഷാ വർഗുകൾ. അതെന്താണെന്ന് പഠിക്കും. പ്രാഥമിക ശിക്ഷാവർഗ് അല്ലെങ്കിൽ ITC ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് ക്യാമ്പ്, ഓർഗനൈസേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ പോലും കിട്ടും. അങ്ങനെ പഠിച്ചിട്ട് വേണം വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ. അല്ലാതെ RSS ഒരു മോശം കാര്യം ചെയ്തു അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ ഒരു കാര്യം ചെയ്തു എന്ന ധ്വനി ജനിപ്പിക്കുന്ന രീതിയിൽ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കുകയുള്ളൂ. ഇവർ ഈ കാർഡ് കൊടുത്തപ്പോൾ തന്നെ, ഇതിന്റെ വിശദാംശങ്ങൾ കൊടുത്തപ്പോൾ തന്നെ താഴെ RSSകാരല്ലാത്തവർ പോലും ഈ പരിഹാസ സ്മൈലി കമന്റുകളും ഒക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് കാര്യം അറിയാവുന്നവരാണ്. ഒരു വേള CPMലെ പല പ്രവർത്തകർക്കും ഇതിന്റെ കാര്യങ്ങൾ അറിയായിരിക്കാം, അല്ലെ ജമാഅത്തെ ഇസ്ലാമിക്കാരായ പലർക്കും അറിയാമായിരിക്കാം. പക്ഷേ RSSനെ താഴ്ത്തിക്കെട്ടാനായിട്ട് RSS ഒരു രാജ്യവിരുദ്ധ നടപടി ചെയ്യുന്നു, പലതും പ്ലാൻ ചെയ്യുന്നു, അജണ്ടയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കരുത്. RSS എല്ലാ വർഷവും ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കും. പഥസഞ്ചലനങ്ങൾ, വിജയദശമി ദിനത്തിലൊക്കെ തന്നെ റൂട്ട് മാർച്ചുകൾ സംഘടിപ്പിക്കും. പ്രത്യേക ബൈഠക്കുകൾ ഉണ്ടാകും. ദൈനംദിന ശാഖയുണ്ട്, പ്രഭാത ശാഖയുണ്ട്, സായാഹ്ന ശാഖയുണ്ട്. അങ്ങനെ വിവിധയിടങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് തന്നെയാണ് RSS ഈ 100 വർഷവും പൂർത്തീകരിച്ചത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. മീഡിയ വണ്ണും കൈരളിയും ഒക്കെ ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിനെ ഏത് രീതിയിൽ എടുക്കും എന്നൊന്നും നമുക്കറിയില്ല. നിങ്ങളിത് കാണുമോ കേൾക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഇത്തരം വാർത്തകൾ നൽകി, വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നൽകി
തെറ്റായ വിവരങ്ങളും അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമവും ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾ പരിഹാസ്യരാവുകയുള്ളൂ എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊള്ളുന്നു. RSS ഇനിയും ശിക്ഷാവർഗങ്ങളും ക്യാമ്പുകളും ബൈഠക്കുകളും റൂട്ട് മാർച്ചുകളും ഒക്കെ തന്നെ സംഘടിപ്പിക്കും. അതിലൊക്കെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാം, പറഞ്ഞുതരാം. RSSന്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഇത്തരം വാർത്തകൾ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഈ രീതിയിലൊന്നും വളരെ വികലമായ രീതിയിലൊന്നും നൽകില്ല. RSS എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.